ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടുതുടങ്ങി ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ തുണി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് മടക്ക് വരുന്ന വശം കേട്ടോ. ഫോൾഡർ ഭാഗം അതാണ്, ഫോൾഡ് ഇല്ലാത്തത് അതാണ് കേട്ടോ. അപ്പോൾ ഫോൾഡറുള്ള ഭാഗത്താണ് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. ഫുൾ ലെങ്ത് വേണോ 3/4 വേണോ ചെറിയ കൈ വേണോ അതനുസരിച്ച് നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. ഞാനിപ്പോൾ ചെറിയ കൈയാണ് അടയാളപ്പെടുത്തുന്നത്. എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 5 ഇഞ്ച് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അലവൻസും കൂടി കൊടുത്തിട്ട് ഞാൻ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്തണം. അപ്പോൾ സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് എത്രയാണെന്ന് നോക്കാം. അതിനുശേഷം അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ലീവ് റൗണ്ട് ഞാനിവിടെ 5.25 കൊടുക്കണത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസും കൂടി കൊടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ നമുക്ക് ഒരു പോയിന്റ് കിട്ടണം കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ ജോയിൻ്റ് വരുന്ന ഭാഗമാണ് മുകളിലല്ല. അപ്പോൾ ആം ഹോൾ നമുക്ക് അടയാളപ്പെടുത്തുന്നത് നമ്മൾ ചുരിദാറിൻ്റെ സ്ലീവാണ് ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ചുരിദാറിന് ഞാൻ ആം ഹോൾ 6.5 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 2-2.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട്. 6.5യുടെ കൂടെ ഒരു 2 ഇഞ്ച് കൊടുത്തിട്ട് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 3 ഇഞ്ച് കൊടുക്കാം. ഇനി ആ പോയിന്റിൽ നിന്നുണ്ടല്ല 3 ഇഞ്ച് കൊടുത്ത പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ സ്ലീവിൻ്റെ റൗണ്ട് കൊടുത്തില്ലേ അതിലേക്ക് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായില്ലേ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ 3 പോയിന്റ് ചെരിച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആ പോയിന്റിലേക്ക് ഒന്ന് ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഒരു എസ് മോഡലിലാണ് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്ക് മുകളിൽ എസ് മോഡലിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എസിൻ്റെ ഭാഗം കറക്റ്റാക്കി എടുക്കാം. ഇതുപോലെ ഞാൻ എസ് മോഡലിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്റർ നോക്കിയിട്ട്. ഇനി ആ സെൻറ്റർ പോയിന്റും അടിയിൽ വരണ മൂലയുടെ പോയിന്റ് ഉണ്ടല്ല അതിൽ നിന്നും സെൻറ്റർ എടുത്തിട്ട് ചെറുതായി കുഴിച്ചു വെട്ടുന്ന ഒരു പോയിന്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ എസ് മോഡൽ വരച്ചത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് നിവർത്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കുഴിച്ചു വെട്ടേണ്ട ഭാഗം ഫ്രണ്ട് ഭാഗത്ത് ഉള്ളത് മാത്രം കുഴിച്ചു വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ഭാഗം ഇവിടെ സ്ലീവ് ഇങ്ങനെ എസ് മോഡലിൽ വരച്ചു കൊടുത്തത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ ഒരിത്തിരി ഭാഗം കുഴിച്ചു വെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിവർത്തിയിട്ടിട്ടാണ് കുഴിച്ചു വെട്ടണമെന്നുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും. നമുക്ക് സ്ലീവിൻ്റെ അവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കാം സെൻറ്റർ ഭാഗത്തിട്ട്. അപ്പോൾ മാറിപ്പോവില്ല, കറക്റ്റായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.